സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യതയ്ക്കും തുടർച്ചയായ പൊള്ളിക്കുന്ന ചൂടിനും ആക്കം കൂട്ടിയ ആന്റി സൈക്ലോൺ ദുർബലമായി തുടങ്ങി. ഈ സാഹചര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ കാര്യമായ വേനൽ മഴ പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒരാഴ്ച മുമ്പ് രൂപപ്പെട്ട എതിർ ചുഴലി കാരണം കടുത്ത ചൂടിന്റെ ദുരിതത്തിലാണ് സംസ്ഥാനത്തെ മിക്ക പ്രദേശങ്ങളും. കൊല്ലം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതയ്ക്കും തുടർച്ചയായ പൊള്ളുന്ന ചൂടിനും ആക്കം കൂട്ടിയ അന്തരീക്ഷ പ്രതിഭാസമായ ആന്റി സൈക്ലോണാണ് ദുർബലമായി തുടങ്ങിയത്. എതിർ ചുഴലിയുടെ സ്വാധീനം കുറയുന്നതിനാൽ അടുത്ത ദിവസങ്ങളിൽ കാര്യമായ വേനൽ മഴ പ്രതീക്ഷിക്കുന്നതായി IMD ഡയറക്ടർ നിത കെ ഗോപാലൻ പറഞ്ഞു. ഒരാഴ്ച മുമ്പ് രൂപപ്പെട്ട എതിർ ചുഴലി കാരണം കടുത്ത ചൂടിന്റെ ദുരിതത്തിലാണ് സംസ്ഥാനത്തെ മിക്ക പ്രദേശങ്ങളും. സംസ്ഥാനത്ത് ആദ്യം ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്ത 2024-ലും ഈ പ്രതിഭാസമുണ്ടായെങ്കിലും ഇത്രയും നീണ്ടു നിന്നില്ലെന്ന് കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സമുദ്രത്തിൽ നിന്ന് 5 കിലോമീറ്റർ ഉയരത്തിൽ മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, തെലങ്കാന, കേരളത്തിന്റെ കുറച്ചു ഭാഗങ്ങളിലുമായി ലക്ഷക്കണക്കിന് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ആന്റി സൈക്ലോൺ ഇത്തവണ വേനൽ മഴ പരക്കെ ലഭിക്കാനും തടസ്സമായി. ഉത്തരേന്ത്യയിൽ നിന്ന് എത്തുന്ന ഉഷ്ണക്കാറ്റിനെ മുകളിലേക്ക് ഉയർത്താതെ താഴെ തന്നെ നിലനിർത്തി വ്യാപിപ്പിക്കുന്ന രീതിയാണ് എതിർ ചുഴലിയുടേത്. ഇതോടെ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ച സ്ഥലങ്ങളിലും ചൂട് കുറയാത്ത സാഹചര്യമുണ്ടായി. ചൂടുകാറ്റിനൊപ്പം ഈർപ്പവും അന്തരീക്ഷത്തിന് മുകളിലെത്തിച്ച് മഴമേഘമുണ്ടാകാൻ സഹായിക്കുന്ന ചുഴലിക്ക് വിരുദ്ധമാണ് എതിർ ചുഴലിയിൽ സംഭവിക്കുന്നത്. ഇത് അന്തരീക്ഷത്തിലെ ചൂട്, ഈർപ്പം അനുപാതം തെറ്റിച്ചു. സാന്ദ്രത കുറഞ്ഞ ഉഷ്ണവായു സാധാരണ അന്തരീക്ഷത്തിൽ പരക്കുകയാണ് ചെയ്യുക. എതിർ ചുഴലിയുടെ കേരളത്തിൽ സ്വാധീനം ദുർബലമാകുന്നതോടെ 28 മുതൽ കാലാവസ്ഥാ വിദഗ്ധർ വ്യാപകമായ വേനൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. തമിഴ്നാട് തീരത്ത് ന്യൂനമർദ്ദപാത്തി രൂപം കൊള്ളുന്ന സൂചനയുമുണ്ട്. പകൽ സമയങ്ങളിൽ കടൽക്കാറ്റ് വൈകുന്നതും ഇത്തവണ ചൂടിന്റെ തീവ്രത വർദ്ധിക്കാൻ കാരണമായി. കാലാവസ്ഥാ മാറ്റത്തിൽ കടൽ വലിയ തോതിൽ ചൂടായതാണ് കാറ്റിന്റെ സമയമാറ്റത്തിന് കാരണം. സാധാരണ ഈ സീസണിൽ രാവിലെ തന്നെ കരയിലെത്തിയിരുന്ന കാറ്റ് ചൂടിൽ ആശ്വാസമായിരുന്നു. 2024-ൽ സംസ്ഥാനത്ത് ആദ്യ ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്ത പാലക്കാട്ട് ഇത്തവണ ഏപ്രിൽ 10, 11, 17, 18, 19, 20, 21, 22 തീയതികളിൽ ശരാശരി 40 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂട് രേഖപ്പെടുത്തി. തൃശൂർ, കൊല്ലം, കോട്ടയം ജില്ലകളിലും ചൂടിൽ കാര്യമായ വർധനവുണ്ടായി. ചിലയിടത്ത് വേനൽ മഴ ലഭിച്ചു തുടങ്ങിയതോടെ ചൂടിന്റെ തീവ്രത വർദ്ധിക്കില്ലെന്ന കണക്കുകൂട്ടലും എതിർ ചുഴലിയുടെ സ്വാധീനം തെറ്റിച്ചു. ഒരു പ്രദേശത്ത് ശരാശരി അനുഭവപ്പെടുന്ന ചൂടിൽ 4.5 ഡിഗ്രി കൂടുതലായാൽ ഉഷ്ണതരംഗമായി കണക്കാക്കുന്നതാണ് രീതി. സംസ്ഥാനത്ത് തുലാവർഷം കുറഞ്ഞതും തുടക്കത്തിൽ വേനൽ മഴ കാര്യമായി ലഭിക്കാത്തതും ഇത്തവണത്തെ പ്രതികൂല സാഹചര്യമാണ്. ന്യൂസ് ഡെസ്ക്.